സംസ്ഥാനത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരുടെയും ആംബുലൻസുകളുടെയും മറവിൽ വ്യാപകമായി ലഹരിക്കടത്ത് നടക്കുന്നു എന്ന പരാതികളിൽ കർശന നടപടിയുമായി സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ലഹരി മാഫിയക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് തുടക്കം കുറിച്ച കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ സംസ്ഥാനത്ത് പോലീസ് തുടരുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഡെലിവറി ജീവനക്കാരുടെ വേഷത്തിൽ ചിലർ ലഹരിമരുന്ന് വിതരണം നടത്തുന്നുവെന്ന കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർശന മുന്നറിയിപ്പ്. സാധാരണക്കാരായ ജനങ്ങൾ ഒട്ടും സംശയിക്കാത്ത രീതിയിലാണ് ലഹരി മാഫിയ ശൃംഖലകളുടെ പുതിയ വിതരണ ശൃംഖലകൾ നഗരങ്ങളിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഭക്ഷണ പൊതികൾക്കൊപ്പം മാരക ലഹരിമരുന്നുകളായ MDMA അടക്കമുള്ളവ ഓർഡർ അനുസരിച്ച് വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുന്ന സംഘങ്ങൾ സജീവമാണെന്ന് ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഇനി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ഉന്നതതല ശുപാർശകളും അനുവദിക്കരുതെന്ന പോലീസിന്റെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം അതിന്റെ എല്ലാ ശക്തിയോടും കൂടി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. ലഹരിക്കടത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉടൻ തന്നെ കണ്ടുകെട്ടാനും ഉത്തരവുണ്ട്. ഡെലിവറി ജീവനക്കാർക്ക് പുറമെ അടിയന്തര സർവീസുകൾക്കായി ഉപയോഗിക്കുന്ന ആംബുലൻസുകളും ലഹരിക്കടത്തിനായി ദുരുപയോഗം ചെയ്യുന്നു എന്ന ഗുരുതരമായ പരാതിയും മന്ത്രി ഉന്നയിച്ചു. രോഗികളില്ലാതെ അനാവശ്യമായി പായുന്ന ആംബുലൻസുകളെയും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന ആംബുലൻസുകളെയും ഇനി മുതൽ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ജീവൻ രക്ഷാ വാഹനങ്ങളുടെ മറവിൽ നടക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കലില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കേവലം പോലീസ് നടപടികൾ കൊണ്ട് മാത്രം ലഹരി മാഫിയയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കില്ലെന്നും ഇതിനായി ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം അത്യാവശ്യമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കാനുള്ള ഈ വലിയ പോരാട്ടത്തിൽ പൊതുജനങ്ങൾ ഓരോരുത്തരും തൂഫാൻ വാരിയേഴ്സായി മാറണമെന്ന് രമേശ് ചെന്നിത്തല ആഹ്വാനം ചെയ്തു. ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന സംശയാസ്പദമായ ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭയമില്ലാതെ പോലീസിനെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പോലീസും ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പോലീസിന്റെ കനത്ത പരിശോധനകൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഭക്ഷണ വിതരണ ശൃംഖലകളെയും അടിയന്തര വാഹനങ്ങളെയും കൃത്യമായ നിരീക്ഷണത്തിലാക്കുന്നതിലൂടെ ലഹരി മാഫിയയുടെ നട്ടെല്ലൊടിക്കാൻ സാധിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പ് പ്രതീക്ഷിക്കുന്നത്.